നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി ചേച്ചി ഒരു ആപത്തും കൂടാതെ മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എടാ, നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒന്ന് പോയി അന്വേഷിക്ക എന്റെ സേതു. മായച്ചി, അമ്മേ അമ്മേ താമേ വെള്ളം കുടിക്കാം. എനിക്ക് വേണ്ട മായേ, എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ മോളെ കാണണം. അമ്മ കുറച്ച് കുടിച്ചോ? അമ്മ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. വേണ്ട, എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. കുടിച്ച് ബോധം പോകുമ്പോ ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ടൊന്നും കാര്യമില്ല സേതുട്ടാ. എന്റെ വായിന്ന് ഏത് സമയത്താണ് അങ്ങനെ പറയാൻ തോന്നിയത്? ഒറ്റൊരുത്തനാ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. എടാ, മദ്യപിച്ച് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണോന്ന് നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ? അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലാതായി പോയി ചെയ്തു ഭാവനോട് ഇങ്ങനെയൊക്കെ പറയാൻ? മാനു, എന്തൊക്കെയാ ഗായത്രി ഇവിടെ നടക്കുന്നത്? മായ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പം എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ മരവിച്ചു പോയി. എനിക്കൊന്നും അറിഞ്ഞൂടെ എടുത്തി. അവളെ എത്ര നാൾ അവളെ ഞാൻ ഇവിടെ പിടിച്ചിരുത്താൻ പറ്റും? അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുമ്പോ പോകണ്ടേ? ഇവിടെ ഭാവനയുടെ കയ്യിലാ തെറ്റ് മുഴുവൻ. അവളോട് നമ്മളെല്ലാം എത്ര തവണ പറഞ്ഞതാ അവിടേക്ക് ഇപ്പൊ പോകരുതെന്ന്. എന്റെ കഷ്ടകാലത്തിനെ വിളിച്ച അവളെന്നെ വിളിച്ചപ്പം ഇങ്ങോട്ട് വരണ്ട തിരിച്ചു വെക്കളാൻ പറഞ്ഞത്.